ചത്തിട്ട് ഫോറസ്റ്റ് എന്റെ ഈശോയെ. ചേമ്പ്ര പീക്കിലെ ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ആരംഭിക്കുകയാണ്. കാഴ്ചകൾ കാണാൻ വായോ. മന്ദമാരുതൻ പതിയെ വീശുന്നു, ശുദ്ധമായ തണുത്ത കാറ്റ്. ഈ കല്ലും മുള്ളും ചവിട്ടി ചേമ്പ്ര പീക്കിൻ്റെ മുകളിലേക്ക്. അതൊരു വലിയ സ്വപ്നമായിരുന്നു. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടി, പക്ഷേ മിസ്സായി. ഇപ്രാവശ്യം എന്തായാലും കയറുകയാണ് വയനാടൻ മലനിരകളുടെ മുകളിലേക്ക്, ചെമ്പ്രയുടെ ഹൃദയ തടാകത്തിലേക്ക്. വായോ വായോ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അമ്മേ, നല്ല വലിയ ട്രക്കിംഗ് ആണ്. അയ്യോ അമ്മച്ചേ, ഇനി ഈ റോപ്പിൽ കൂടെ കയറി പിടിച്ചു പോകണം. അമ്മോ. Are you tired? My age is 47. I think little baby. You're a little baby. ബ്രീത്തിങ് ഒക്കെ ശരിക്കും കിട്ടുന്നില്ലേ? ഇടയ്ക്ക് ഇതുപോലെ മല കയറണം, പുഴയിൽ നീന്തണം, ആടണം, പാടണം. എൻ്റെ അമ്മച്ചി, എന്ത് അറ്റാക്ക്, എന്ത് കൊളസ്ട്രോള്. സ്ട്രീം ട്രാവലർ. ഓ, ഒരു സ്മോൾ ബേബി ഉണ്ട് അവിടെ. ഹായ്. Really, I respect you, baby. Can I sit? You can sit. എന്താ പേര് ബാബന്റെ? ഒന്ന് പറയടാ. എവിടുന്നാ വരുന്നത്? മലപ്പുറം. ചേമ്പ്ര പീക്ക് കയറുമ്പോൾ ഉള്ള യാത്രക്കാരാണ്. അതിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഈ ബേബിയാണ്.
മലപ്പുറംകാരനാ, പേരൊന്ന് പറയടാ. ഒരു പഞ്ചുണ്ടോ? പഞ്ച് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ അവിടെ ഷെഡ് ഉണ്ടില്ലേ, അവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് നിങ്ങൾ അവിടെ കയറി കുഴപ്പമില്ല, അവിടെ ആളെ നിർത്തി. അപ്പൊ അവിടെ നിങ്ങൾ പേടിക്കാനില്ല. ഈ ഇടയിൽ ഈ ക്യാപ്പിന്റെ ഇടയിലൊന്നും ഇരിക്കരുത്. കുർബാനയിലിപ്പോ സംഭവിച്ചതാണ്. ഞങ്ങള് രാവിലെ ബൈക്ക് എടുത്ത് വന്നപ്പോ തന്നെ മാൻ ക്രോസ് ചെയ്യുന്നു, പന്നി ക്രോസ് ചെയ്യുന്നു. ഞങ്ങളുടെ അവിടെ അടുത്ത വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് 2 ഏക്കർ തോട്ടമുണ്ട്. ഒരു വാഴയില വേണമെങ്കിൽ ടൗണിൽ നിന്ന് വാങ്ങിക്കണം. കുരങ്ങ് വന്ന് കംപ്ലീറ്റ് നടുമ്പോഴേക്കും പറിച്ചിട്ട് പോവാം. അതുപോലെ 80 തെങ്ങുണ്ട്. ഒരു കരിക്ക് കിട്ടണേ ടൗണിൽ നിന്ന് വാങ്ങിക്കണം. ഈ കരിക്കും കുരങ്ങ് കഴിച്ചിട്ട് പോകും. ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ തോട്ടത്തിൽ വീണ ഒരു കുരങ്ങ് ചത്തിട്ട് ഫോറസ്റ്റ് അപ്പോ എന്റെ ഈശോയെ നമ്മൾ ആന പിടിച്ചു. ഈശോയെ കുഞ്ഞുമാവനെ നോക്കണേ. സൈഡ് വരെ കയറോ? നല്ല ടൈം. ഈശോയെ ഈശോയെ അത് ഓടിച്ചോണ്ട് ഇവിടെ എത്തി. അപ്പൊ ആനന്റെ ചിഹ്നം വിളി കിട്ടിയോടാ? ഇല്ല, എല്ലാം അപ്പുറത്ത്. ഞാൻ സമയത്ത് ഓഫ് ചെയ്തോ? ഇതൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഇങ്ങനെ ആന ചാടി എന്നൊക്കെ പറഞ്ഞ ബേക്കിലുള്ള പിള്ളേ ചോദിച്ചു, ചേട്ടാ ആന ഇങ്ങോട്ട് വരുമോന്ന്. സാധന കറി ഗൈസ്. ഓ സ്ലിപ്പാണ്. പേടിച്ചു, നന്നായി പേടിച്ചു ആന ചേറി വന്നപ്പോ കേട്ടോ. അത് ചേറി വന്നതേ ചിന്നംവിളി. അയ്യോ അയ്യോ, അല്ല വേഗം എന്ത് പോലെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. മുന്നേ കിട്ടാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ദേഷ്യമുള്ള സാധനം തന്നെയല്ലേ? ആ, നമ്മളുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അത് അലറി ചെയ്തില്ലേ ചിഹ്നം വിളിച്ചത്. ആ, അതിനെ ഉപദ്രവിക്കാറില്ല ആണല്ലേ? മാറിപ്പോട്ടെ എന്ന് ഓർത്തിട്ടാണ് ആ ചിഹ്നം വിളിച്ചത്. പക്ഷെ നമ്മളൊക്കെ പേടിച്ചു പോയിട്ടോ. എങ്ങോട്ടോടും കൂടെയുള്ള ഒരാളെ ആനൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഓടാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. പേരെന്താ ചേട്ടൻ? ചേട്ടങ്ങളുടെ പേരെന്താ? സിദ്ദിഖ്. അപ്പൊ സേ കിട്ടുന്നുണ്ടോ? ഓ, സിദ്ദിഖേട്ടൻ താഴേന്ന് പറഞ്ഞു നമ്മളൊക്കെ വിശ്രമിക്കാൻ ഒരു ചെറിയ പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഇത് ആനേൻ്റെ വഴിയാണ്, ആന ഏത് സമയം വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആന ചിഹ്നം വിളിച്ച് അലറി വന്നു. അപ്പോൾ ഞങ്ങളോട് വേഗം പോയിക്കോളാൻ പറഞ്ഞ് കൊച്ചു കുട്ടീനൊക്കെ എടുത്തിട്ട് സിദ്ദിഖേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു. ആന താഴെയുള്ളത് കാണാൻ വരുന്നുണ്ടോ? ആനയെ കാണുന്നില്ല. ഇത് ആന അലറുന്നുണ്ട്. ശരിക്കും ആന ഓടിച്ച് അവിടെയാണ് അടുത്ത ടീം വന്ന് നിൽക്കുന്നത്. സത്യം പറഞ്ഞ ശരിക്കും പേടിച്ചു കേട്ടോ. എന്താ വെച്ചാ ഞാൻ എങ്ങോട്ടോട്ട് രക്ഷപ്പെടും നിന്നെ കൂടാതെ? അത് മാത്രല്ല ഇവിടുന്ന് പരിചയപ്പെട്ട കുറച്ച് മനുഷ്യര്, കുഞ്ഞു പാവന്മാര്, അവരൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടോടാനാ? ആണോ മക്കളെ? അവിടെ ആന ഇറങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ ഓടി കയറി പോകുന്നതാ. ഇങ്ങോട്ട് നിങ്ങള് അവിടെ ആന ഇറങ്ങിയിട്ട് ഞങ്ങൾ വേഗം ക്രോസ് ചെയ്ത് പോകുന്നത്. അവിടെ ആന ചിഹ്നം വിളിച്ച് നിൽക്കുന്നുണ്ട്.
നിങ്ങൾ പറയുന്നൊന്ന് കേക്ക്. അവിടെ ആന ചിഹ്നം വിളിച്ചു വാച്ചർ വരുന്നുണ്ട്, പറയുന്ന കേക്ക്. എലിഫന്റ് 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 ഷൗട്ടിങ്. ജസ്റ്റ് ഒരു 50 meter ഡിഫറൻസ്. That's why we run. We can't run. That is the highest place. That's why. Other peoples are there. The elephant also near. ആ കാട്ടിലുണ്ട്. Are you able to see? No, 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 not clear. not clear. ആ ഫോറസ്റ്റിൻ്റെ ഉള്ള The middle of that ഫോറസ്റ്റ്. trees. The pathway of that. That's why that man says that. നീ ഇവിടെ അല്ലേ? Okay. നമ്മൾ ആന ഓടിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നതാണ്. എല്ലാവരും ചെതറി ഓടിയത്, വാച്ചറടക്കം എല്ലാവരും. ആനക്ക് ഈസിയാണ് ഈ വഴി. അതെ, നമുക്ക് കയറാൻ പറ്റില്ല. അയ്യോ, ഭയങ്കര സ്ലിപ്പറിയാ. തിന്നുന്നുണ്ട്. കാല് തെറ്റിയ താഴെ കിടക്കും. 1 minute. അപ്പോൾ 1 minute. ഓക്കെ, 1 minute. വാ, ക്രൗഡ് വേണമെങ്കിൽ നമുക്ക് കയറാം. തിന്നുകട വല്ലാതെ പതുക്കെ പോ. ഇത്ര ഹിൽ ഏരിയയിൽ നമ്മൾ കവർ ചെയ്തു അല്ലേ? നമ്മൾ അവിടെ വണ്ടി എടുത്തതാ. അവിടെ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ കയറി പോന്നെയാ 3 മല. ഇതിന്റെ മേളിലാണ് സ്നേഹതടാകം. പക്ഷെ ആ വാച്ചറെ സിദ്ദിഖ് ആ മനുഷ്യൻ സൂപ്പർ ആട്ടാ. കൊച്ചു കുട്ടീനെ എടുത്തിട്ട് അദ്ദേഹം ഓടിയത്. അതെ അതെ, അവരുടെ ഓടി റെഡി ആവൂല. അതെ, അവർക്ക് പേടിച്ചല്ലേ ഓടുന്നേ. പേടിച്ചല്ലേ ഓടുന്നേ. പേടിച്ച് ഓടുന്നേ കിട്ടില്ല. ഇത്ര അടുത്ത് നമുക്ക് തന്നെ കയറാൻ പറ്റുമോ? നമുക്ക് തന്നെ വഴി കയറാൻ പറ്റുമോ? പറ്റില്ല. വാ, വാ. എനിക്ക് തല ഇറങ്ങുന്നടാ. ഇവിടെ ഉണ്ടോ? 2 minute ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരിക. അവിടേക്ക് ആനയെ കാണുന്നു തോന്നുന്നു. ആന വേണം. അവിടെ ദാദാ എടുക്ക. നമ്മളെ ഓടി പപ്പ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. നമ്മളെ ഓടിച്ച ആന കേട്ടോ നടക്കുന്നത്. ഓ, ദാ റൗണ്ട് ചെയ്യാൻ പോയിരുന്ന പ്രശ്നമുള്ള ആന പുള്ളിയുടെ കയറി. ഇപ്പോൾ അതാ ഗ്യാപ്പിൽ കൂടെ കാണാം. റാപ്പിക്കിലേക്ക് കയറുന്ന വഴി ഞങ്ങളെ ഓടിച്ച് ഒറ്റയാൻ. ഇതാ സൂം ചെയ്ത് കാണിക്കാം. നോക്ക്, ഇതാ അവിടെ താഴെ കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇതാ കണ്ടോ? അതാ കാണുന്നില്ലേ? സൂം ചെയ്ത് കാണിക്ക്. തൊട്ടടുത്ത് വന്നിട്ടാണ് അത് ചിഹ്നം വിളിച്ചത്. തൊട്ടടുത്ത് വന്നിട്ടാണ് ആ ആന ചിഹ്നം വിളിച്ചത്. ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിലൂടെ കയറി വരികയായിരുന്നു. പെട്ടെന്ന് ഓടി, പേടിച്ചിട്ട് ഓടാൻ പറ്റുന്നില്ല. വാച്ചറെ കൂടെയുള്ള കുഞ്ഞുവാവൻ എടുത്തിട്ട് വാച്ചർ ഓടി. സിദ്ദിഖെന്ന് അദ്ദേഹത്തിന്റെ പേര്. ബിഗ് സല്യൂട്ട് സിദ്ദിഖ. ഇനി ആന തിരിച്ച് ഇറങ്ങുന്ന നോക്കിയിട്ട് ഞങ്ങൾക്ക് ക്രോസ് ചെയ്ത് പോകണം. ചേമ്പ്ര പീക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഓരോ ഡിസ്റ്റൻസിലും വാച്ച്മാന്മാരുണ്ട് ആന ഇറങ്ങുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാനിരിക്കുകയായിരുന്നു. വാച്ച്മാനും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ചിഹ്നം വിളി കേൾക്കുന്നത്. തൊട്ടടുത്ത് ഒറ്റയാൻ. ആ ഒറ്റയാനിൽ നിന്ന് ഞങ്ങളുടെ വാച്ച്മാൻ രക്ഷിച്ചു. ഇപ്പൊ നോക്കുന്ന ആ ആനേനെ നിങ്ങൾക്ക് കാണാം. നോക്കൂ, ആന നടന്ന് പുല്ല് തിന്നാണ് ഒറ്റയാൻ.
ഞങ്ങളുടെ കൂടെ മലപ്പുറത്ത് നിന്ന് ഒരു ടീച്ചേഴ്സ് ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ കൂടെയുള്ള കുഞ്ഞുവാവേനെ വാച്ച്മാൻ എടുത്തിട്ടാണ് ഓടിയത്. ആനപ്പേടിയിൽ ആന പുറത്തുണ്ടെന്ന് ആനപ്പേടിയിൽ ആന പുറകെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് തിരിഞ്ഞു നോക്കരുതെന്നാ പറഞ്ഞേ. അപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഓടി ഇവിടം വരെ എത്തി. ഇനി ബാക്കി മുന്നോട്ട് കയറുകയാണ്. നല്ല കറുത്ത മണ്ണ് തെന്നിയ താഴെ കിടക്കും, തെരുവപ്പുല്ലും. അപ്പൂസ നോക്കണേ. ഇവിടെ ഞങ്ങളെ ഓടിച്ച ആനയല്ലേ അത്? ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയില്ലേ? ആനേന്റെ സ്പീഡ് അതാണ്. आपने एलिफेंट को देखा? आपको ट्रम्पेट आवाज तो नहीं किया? ഇതാ ഒരു വ്യൂ പോയിന്റ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഏകദേശം വയനാടിന്റെ എല്ലാ പട്ടണങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ഓടിച്ച ഒറ്റയാനെ വരെ കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന്. കിട്ടുന്നുണ്ടോ അപ്പൂസ് ഒറ്റയാൻ? ഞാൻ എൻ്റെ ഫോണിലൊന്ന് നോക്കട്ടെ. എന്താ നിൽക്കുന്നു? ആ, ചേമ്പ്ര പീക്കിൽ ഞങ്ങളെ ഓടിച്ച ഒറ്റയാനെയാണ് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത്. കണ്ടോ പൂസേ, ചേമ്പ്ര മലനിരകൾ. എൻ്റെ താഴേക്ക് നോക്കൂ, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഹൃദയ തടാകത്തിലേക്ക് വായു ഏകദേശം അടുക്കാറായി. ചേമ്പ്രയുടെ മുകൾ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു സന്തോഷം എന്നറിയോ? നമ്മുടെ വീട്ടിലെ കൊച്ചുമുറിക്കുള്ളിൽ ഇരുന്നാൽ കിട്ടുന്ന സന്തോഷമൊക്കെ വളരെ വലുതാണ്. ഇതൊരു വെറൈറ്റിയാണ്. അത്രമേൽ നമ്മളെ ഹീൽ ചെയ്യും, അത്രമേൽ നമുക്ക് നന്നായി ഫീൽ ചെയ്യും. അതുകൊണ്ട് വായു ഇതുപോലെയുള്ള മലനിരകളുടെ അറ്റത്തേക്ക് മേഘത്തെ ഇങ്ങനെ കൈകളിൽ കോരിയെടുക്കാം. ബി ഹാപ്പി. മോഹങ്ങൾക്ക് അവസാനമില്ല, യാത്രകൾക്കും അവസാനമില്ല. ഒരുപക്ഷെ അല്ല, തീർച്ചയായും പ്രേരിപ്പിക്കുന്നത് മരണത്തിന് കീഴടങ്ങാതെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കുതിപ്പായി ഓരോ കാലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത് ഈ കാഴ്ചകളാണ്. മലമുകളിൽ തൊട്ട് തലോടി വേഗം പോകുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നുക ആ ഒരു ഫീൽ ഉണ്ടല്ലോ. നോക്കൂ, എന്ത് ഭംഗിയാ. അപ്പേ അതാലേക്ക് ആ, ഞങ്ങള് കയറി പലരും മടുത്തു. പക്ഷെ ഞാൻ മടുത്തെന്ന് പറയില്ല, ആ മലകൾക്ക് മുകളിലാണ്. വായോ. അപ്പൂസേ, അപ്പൂസ് അങ്ങനെ ചേമ്പ്ര പീക്കിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടൂൾസ് ഇതുവരെ കിട്ടിയ
തേപ്പുകളുടെ പ്രായച്ചിത്തമായി എൻ്റെ മകൻ ഹൃദയതടാകത്തിൽ എന്നെ തേച്ചിട്ട് ഞാനെങ്ങനെ മുഖം കഴുകാനും കണ്ണുനീര് കഴുകാനും കണ്ണീരൊഴുക്കാനായിട്ട് കയറുകയാണ്. അങ്ങനത്തെ ഒന്നിലും തളരുന്നതല്ല, ഒന്നിലും തളരുന്നതല്ല എൻ്റെ മോൻ ജീവ. ഒന്ന് പോയാൽ 5 എണ്ണം വേറെ അല്ല. വാ എൻ്റെ ചുറ്റുമുള്ള ഈ മലനിരകൾ കാണുന്നുണ്ടോ? എങ്കിൽ വായോ, ഇവിടെയും ഒരു കൊച്ചു സ്വർഗമുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കാം, ആനന്ദിക്കാം, സങ്കടങ്ങളെ ഒഴുക്കിക്കളയാം. ബി ഹാപ്പി. സങ്കടങ്ങൾ ഒരുപാട് പെരുമഴ പോലെ കുത്തിയൊലിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മോനെയും കൂട്ടി ഈ പുഴയും കാടും മേടൊക്കെ അന്വേഷിച്ചിറങ്ങിയത്. ഞങ്ങളുടെ സങ്കടങ്ങളത് ഒപ്പിയെടുത്തു. വായോ, സങ്കടമൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ചേമ്പ്ര പീക്കിൻ്റെ നെറുകയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയോ? സൂപ്പറാണോ? ആ, വെള്ളമുണ്ട് അത്യാവശ്യം ഉണ്ടല്ലേ? ആണോ? അവിടെ പോകാൻ പറ്റില്ല? എങ്ങനെ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നവർക്ക് കപ്പൂസ പോകാൻ പറ്റുമെന്ന് കേട്ടില്ലേ? റിസർച്ച് ഓക്കെ. അപ്പോൾ നമുക്ക് കരണിനെ പിടിച്ചാൽ വരാം. ആ, പുള്ളിക്കാരില്ലേ? ഇതാ ആനപ്പിണ്ടൊക്കെ. ഇത്ര മല നമ്മൾ കയറിയില്ലേ? ഓ, ഈ കാടും മേടും അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ സ്റ്റാറ്റസ് കാണുമ്പോൾ 1-2 പേര് പറഞ്ഞു അപ്പനും മോനും വട്ടാന്ന്. സത്യം പറഞ്ഞാൽ ഈ വട്ടിനൊരു സുഖമുണ്ട് കേട്ടോ. ഭൂമിയുടെ നെറുകയിൽ കുന്നിൻ്റെയൊക്കെ മണ്ടപ്പുറത്ത് കയറി നിന്നിട്ട് മേഘങ്ങളെ തൊടുമ്പോഴേ ഒരു വലിയ ഫീലാണ്. അതിനെ വട്ടെന്ന് പറയരുത്. ബി ഹാപ്പി. കണ്ടോ, ഞങ്ങൾ നടന്നു വന്ന വഴികൾ. എത്രയോ പേരാ അതിൽ നടന്നു വരുന്നത്. ആനയും മൃഗങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതൊരു വൈബാ. ചേമ്പ്ര പീക്കിൻ്റെ മുകളിൽ പ്രകൃതി ഒരുക്കിയ ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ളൊരു തടാകം. അനുവാദമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചാടി കുളിച്ചേനെ. ഈശ്വരൻ്റെ ഓരോ സൃഷ്ടികൾ എത്ര മനോഹരം. ആ മലനിരകൾക്കപ്പുറം ആകാശമാണ്. എന്തൊരു ഭംഗി. ഞാനും അപ്പൂസും ഹൃദയ തടാകത്തിൻ്റെ തീരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പൂസ് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വരാൻ ആഗ്രഹിച്ചതാണ്. അന്ന് സാധിച്ചില്ല. അപ്പൂസിന് ലൂസ് മോഷൻ ആയിരുന്നു. ഇന്ന് അപ്പൂസിൻ്റെ 19ാമത്തെ വയസ്സിൽ ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. അത്രയും കാലം ഇങ്ങോട്ട് വരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്നാണത് സാധിച്ചത്. ഒത്തിരി സന്തോഷം. ഈ ഡിസംബറിൻ്റെ തണുത്ത രാവിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. തണുത്ത പകലിൽ ഞങ്ങൾ ഇവിടെ എത്തി. സന്തോഷം. ഈ ഹൃദയത്തിന് ചുറ്റും ഒന്ന് വലം വെക്കട്ടെ. വായോ.
എടാ അപ്പോ ആ ആമയോ? എന്താ ആമ? ആമ നോക്ക്. ഇല്ല, ദൈവത്തിന്റെ ഒരു അത്ഭുതം, എങ്ങനെ ഇതിലൊക്കെ ആമ വന്നില്ലടാ. ഒന്ന് സൂം ചെയ്തിറക്ക്. സ്വിമ്മിങ് ആണോ? അപ്പൊ എന്തോരം ജീവികളുണ്ടാവും ഇതില്. അതെ, അത്യാവശ്യം വലിപ്പമുള്ള ആമ. ഹൃദയ തടാകത്തിന്റെ തീരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ടെൻസിങ്ങും ഹിലാരിയും, അതാരാ? അപ്പനും മോനും. ചിലരുടെയൊക്കെ അഭിപ്രായത്തില് 2 വട്ടന്മാര്. പക്ഷെ ഈ വട്ട് കൊണ്ട് കിട്ടുന്ന സുഖം ഭയങ്കര കേട്ടോ, ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോഴേ. യെസ്. കണ്ടോ ഒരു ആമയെ, ഇത്രയും വലിപ്പമുള്ള ഒരു ആമയെ. ഒന്ന് ആമയെ കാണിക്കടാ, മറിയാമ്മേനെ കാണി. അതാണ് ആമ. ഹൃദയ തടാകത്തിലെ ആമയാണ്. రావట్లేదా అంది, అది రావట్లే అటు నుంచి వచ్చింది. రావట్లేదు. ഉയർച്ചയും താഴ്ചയും ജീവിതത്തിലുണ്ട്. അത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനൊന്നും പോണ്ട. ജീവിതം മുന്നോട്ടാണ്. ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, വിശാലമാണ്. ഇതുപോലെ മലനിരകളാൽ സമ്പുഷ്ടമാണ്. സുഖവും ദുഃഖവും കയ്പും മധുരമൊക്കെ ഉണ്ടാവും. അതൊക്കെ രുചിച്ചറിയണ്ടേ? അതിന് തയ്യാറാവണം. ബി ഹാപ്പി, ബി കെയർഫുൾ. ഷോക്ക് ഉണ്ടാവില്ലല്ലോ കമ്പിയിൽ? ഇല്ല ഇല്ല, ഇവിടെ കമ്പിയാ? പറയുവാനാകാത്ത ഒരുപാട് ഇഷ്ടങ്ങളെ പറഞ്ഞിട്ടും പറയാതെ പറഞ്ഞിട്ടും തിരിച്ചറിയാതെ പോയ, പൂക്കാതെ പോയ, കായ്ക്കാതെ പോയ ഒരുപാട് ഇഷ്ടങ്ങളെ ഈ മലമുകളിലെ ചേമ്പ്ര പീക്കിൻ്റെ മുകളിലെ ഈ സ്നേഹ തടാകത്തിൽ ഒഴുക്കിക്കളയുകയാണ്. അവിടെ ഏതാ ഒരു നല്ല ആമ, അത്യാവശ്യം വലിപ്പമുള്ളത് പാറപ്പുറത്ത് ഇരിപ്പുണ്ട്. അവിടം വരെ ഒന്ന് നീന്തി ചെന്നാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഗാർഡുമാരുള്ളതുകൊണ്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് അനുവാദമില്ലാത്തതുകൊണ്ട് ഈ സ്നേഹതീരത്തിൽ നിന്ന് തിരിച്ചു ഈ സ്നേഹതടാകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളൊരു ടെൻറ്റ് സ്റ്റേ ചെയ്യുകയാണ്.
അപ്പോൾ ടെൻറ്റ് സ്റ്റേ ഞങ്ങൾ തൽക്കാലം ഇവിടെ ഒന്ന് കമ്പി അടിച്ച് നിർത്തുകയാണ്.